എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ പൂരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്, നോക്കാവുന്നതാണ്. ഇനി പൂരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. Surrender, generosity, promise of future, concentration, positive outlook and drive. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു സമയമാണ് ഈ ഒരു മാസം. വളരെയധികം പോസിറ്റിവിറ്റി നിറഞ്ഞ, വളരെ സന്തോഷം, ശുഭവാർത്ത കേൾക്കാൻ പറ്റുന്ന ഒരു മാസമാണ് കേട്ടോ ഈ ഒരു മാസം. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒത്തിരി താല്പര്യമുള്ള ഒരു മാസമായിരിക്കും ഈ ഒരു മാസം. തീർച്ചയായിട്ടും പല കാര്യങ്ങളിലും നിങ്ങൾ മുന്നേറ്റം സാധ്യമാകുന്നുണ്ട്. അപ്പോൾ ദൈവാനുഗ്രഹം നല്ല രീതിയിലുള്ള ഒരു സമയമാണ്. എന്ത് കാര്യം ചെയ്യുകയാണ് എങ്കിലും ദൈവത്തെ മനസ്സിൽ വിചാരിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ആ കാര്യങ്ങൾ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പല കാര്യങ്ങളിലും നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് കാത്തിരിക്കുന്നു, കാര്യങ്ങളൊന്നും നടക്കുന്നില്ലാത്ത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഈ ഒരു മാസം വരുമ്പോൾ എല്ലാം പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സമയമുണ്ട്, ഇത്ര സമയത്തിനുള്ളിൽ ചെയ്താൽ മതി എന്നൊക്കെയുള്ളൊരു ചിന്തയിൽ പോകാതിരിക്കുക. കാരണം പല കാര്യങ്ങൾ ഈ ഒരു മാസത്തിൽ നിങ്ങൾ കുറെ നാളുകളായിട്ട് വെയിറ്റ് ചെയ്യുന്ന കാര്യം പെട്ടെന്ന് തന്നെ ഈ ഒരു മാസത്തിൽ സാധിക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാം പെട്ടെന്നായിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നോക്കിയിരിക്കും. ഇപ്പോൾ ചെയ്യേണ്ടുന്ന പേപ്പർ വർക്ക്സ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് റെഡി ആക്കി വെച്ചിട്ട് നിങ്ങൾ ഒന്ന് റിലാക്സ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് പെട്ടെന്ന് കിടന്ന് ഓടേണ്ടി വരും. അപ്പോൾ പതുക്കെ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കി വെച്ചേക്ക്, ആവശ്യമുള്ളപ്പോഴത്തെ കൊടുക്കുക എന്നുള്ളൊരു സാഹചര്യത്തിൽ. കാരണം പിന്നീട് പേപ്പർ വർക്ക്സിന് വേണ്ടിയിട്ട് ഓടി നടക്കേണ്ടുന്ന സാഹചര്യം വരരുത് എന്നുള്ളത് കൂടിയിട്ട് എടുത്ത് പറയുന്നു. അപ്പോൾ ഓവറായിട്ട് സമയമുണ്ട്, തലേദിവസം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ പ്രത്യേകിച്ച് സമയമുണ്ട് എന്ന് വിചാരിച്ച് ഇരിക്കാതിരിക്കുക. അതേപോലെ തന്നെയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്. സമയമുണ്ടല്ലോ പിന്നെ നോക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ആ ഒരു സമയം ആകുമ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം ചിലപ്പോൾ ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളോ സാഹചര്യവശാൽ ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് അത് ഇപ്പോഴേ തന്നെ ചെയ്തു വച്ചാൽ പിന്നീട് അതിനെക്കുറിച്ചിട്ട് ആലോചിച്ച് വിഷമിക്കേണ്ടിയോ ടെൻഷൻ അടിക്കേണ്ടിയോ സ്ട്രെസ് അടിക്കേണ്ടിയോ വരില്ല എന്നുള്ളതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ജനറോസിറ്റിയാണ്. പലരെയും സംബന്ധിച്ചിടത്തോളം ഇവിടെ ലോണിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ലോൺ ലഭിക്കുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. വാഹനം വാങ്ങിക്കാനോ വീട് വാങ്ങിക്കാനോ ഒക്കെ ഉള്ള ഒരു യോഗം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വാഹന യോഗം, വീട് വാങ്ങിക്കാനുള്ള, അത് ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വീട് മാറുന്ന ഒരു സാഹചര്യവും കൂടിയിട്ടാവാട്ടോ. കാരണം നിങ്ങളിപ്പോൾ ഒരിടത്ത് വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് മാറി പുതിയൊരു വീട്ടിലേക്ക് മാറുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു പുതുമ, ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ജീവിതം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. ലൈഫിൽ പല കാര്യങ്ങളും വ്യക്തതയോട് കൂടിയിട്ട് തീരുമാനിച്ചുറപ്പിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയാണ് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകേണ്ടത്, എവിടെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം, ധാരണ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ അഥവാ ലോൺ എടുത്ത്, ചില ആളുകൾക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ നിങ്ങൾ അഥവാ ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ആ സമയത്ത് കാര്യങ്ങളൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിലായിരിക്കും പോയിട്ടുണ്ടാവുക. പക്ഷെ ലോൺ ലഭിക്കുന്ന സമയത്തായിരിക്കും ഒരുപക്ഷെ അത് നിങ്ങളെ വേണ്ടെന്ന് വയ്ക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ലോൺ ഇല്ലാതെ തന്നെ കാര്യങ്ങൾ നടക്കുന്ന സാഹചര്യമാണ് എങ്കിൽ ആ ലോൺ, അതായത് അത് ക്യാൻസൽ ചെയ്യാൻ, അത് ഈ ലോൺ നിങ്ങളിലേക്ക് ക്യാൻസൽ ചെയ്യുകയും അതോടൊപ്പം തന്നെ അതിന് വേണ്ടുന്ന പേപ്പർ വർക്ക്സും കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു തീർക്കുക. എന്തൊക്കെയാണ് എല്ലാം വ്യക്തതയോട് കൂടിയിട്ട് തന്നെ ചെയ്ത് എടുക്കുക. ലോൺ എടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ, അങ്ങനത്തെ അവസ്ഥ വരികയാണെങ്കിൽ ലോൺ തിരിച്ചടയ്ക്കുക. ഏതായാലും കിട്ടിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് വെക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ സാഹചര്യം വരികയാണെങ്കിൽ അനാവശ്യമായിട്ട് അത് ചെലവായി പോകാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലോണിന്റെ ആവശ്യമില്ല എങ്കിൽ അത് ക്യാൻസൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ട് കാണിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ പ്രോമിസ് ഓഫ് ഫ്യൂച്ചർ ആണ് ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ചില ആളുകൾക്ക് പേരും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം.
നിങ്ങൾ അതായത് കലാപരമായിട്ടുള്ള കഴിവുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിക്കാൻ പറ്റുന്ന ടാലൻസ് നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ സിനിമ സീരിയൽ മേഖലകളിലൊക്കെ ജോലി അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മേഖലകളിൽ ജോലി ലഭിക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ സിനിമയിലോ സീരിയലിലോ മറ്റെന്തെങ്കിലും അങ്ങനെയുള്ള കലാപരമായിട്ടുള്ള മേഖലയിൽ ഏതുമായിക്കൊള്ളട്ടെ, ഇപ്പോൾ പാട്ട് പാടുന്നതോ അഭിനയിക്കുന്നതോ മറ്റെന്തെങ്കിലും ഇതായാലും അതിൽ നിങ്ങൾക്ക് ഒരു അവസരം ലഭിക്കുന്നതിന്റെ ഒരു സൂചനയാണ് ഇതിവിടെ തരുന്നത്. പിന്നെ ഈ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതം പാടെ മാറി മറിയുന്ന ഒരു സമയമാണ് കാണിക്കുന്നത്. അപ്പോൾ മൊത്തത്തിലൊരു ജീവിതത്തിലൊരു മാറ്റം, വലിയൊരു മാറ്റം തന്നെ ഈ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതം അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ അടുത്ത വർഷം ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് മൂലം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നുണ്ട്. പേഴ്സണൽ ലൈഫിൽ ഒത്തിരി മാറ്റം, നിങ്ങളുടെ ജീവിതത്തോടുള്ള ചിന്താഗതി, ആറ്റിറ്റ്യൂഡ് മാറുന്നുണ്ട്. അതേപോലെ മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ പെരുമാറ്റം, മറ്റുള്ളവർ നിങ്ങളോട് പെരുമാറുന്ന രീതിയും മാറുന്നുണ്ട്. കാരണം നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുന്നു. അങ്ങനെ പല കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഈ മാസത്തിൽ നിങ്ങൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ, ചില കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പുനർജന്മം എന്നൊക്കെ പറയുന്ന രീതിയിൽ തന്നെ കാണാവുന്ന ലെവലിൽ അത്രയും ഒരു മാറ്റം നിങ്ങളിലുണ്ട്. അപ്പോൾ ഈ വരുന്ന ഈ ഒരു വർഷക്കാലം, ഈ ഓഗസ്റ്റ് തുടങ്ങിയ ഒരു വർഷക്കാലത്തേക്ക്, അതായത് ഈ ചിങ്ങം മുതൽ അടുത്ത ഒരു സമയം വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങളിൽ മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ നിങ്ങളെ നല്ല രീതിയിലേക്കാണ് നയിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ വ്യക്തമായിട്ടുള്ള ധാരണയോട് കൂടിയിട്ട് ജീവിതം നയിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എടുത്തു പറയുകയാണെങ്കിൽ കുറച്ച് അശ്രദ്ധയായിരിക്കും പല കാര്യങ്ങളിൽ, അല്ലെങ്കിൽ പഠിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. എത്ര നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും, നിങ്ങൾക്ക് പൊതുവെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും പഠിത്തത്തിലേക്ക് വലിയ ശ്രദ്ധ കൊടുക്കാൻ തോന്നുന്നുണ്ടാവില്ല. ഒത്തിരി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ശ്രമിക്കേണ്ടി വരും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ മനസ്സിൽ ധ്യാനിക്കുക, ഹനുമാൻ ക്ഷേത്രം സന്ദർശിക്കുക, ഹനുമാൻ ചാലീസ വായിക്കാം, അല്ലെങ്കിൽ ഹനുമാന്റേതായിട്ടുള്ള എന്തെങ്കിലും മന്ത്രം, മനോജപം, മാരുത തുല്യവേഗം, അതല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രങ്ങൾ ജപിക്കുക. അത് പ്രത്യേകിച്ച് ചൊവ്വാഴ്ചയോ ശനിയാഴ്ച ദിവസമാണ് കൂടുതലായിട്ട് ഹനുമാന്റെ മന്ത്രങ്ങൾ ജപിക്കേണ്ടത്, പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസം. അപ്പോൾ അത് ഹനുമാൻ ക്ഷേത്രം സന്ദർശിക്കുകയും ചെയ്യാം. അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട്. മടി മാറുന്നതിന് വേണ്ടിയിട്ട് ഉദ്ദിഷ്ട കാര്യലബ്ധിക്കും ഹനുമാൻ സ്വാമിയെ മനസ്സിൽ ധ്യാനിക്കുക. വിദ്യാഭ്യാസ കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ എന്തെങ്കിലും മത്സര പരീക്ഷകൾ എഴുതുന്നവർ കോൺസെൻട്രേഷന് വേണ്ടിയിട്ട് ഉള്ള യോഗയോ അല്ലെങ്കിൽ അതിനുവേണ്ടി മെഡിറ്റേഷൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ എല്ലാത്തിനെയും ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്താഗതിയിലേക്ക് ആണ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തായിരിക്കണമെന്നില്ല, ഒരു പരിചയക്കാരൻ അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവാസി ആയിരിക്കാം. ആ ഒരു വ്യക്തിയുടെ ചില പെരുമാറ്റങ്ങളോ രീതികളോ ഒക്കെ നിങ്ങൾ പൊതുവെ അങ്ങനെയുള്ള ആ വ്യക്തിയോട് താല്പര്യം ഇല്ലാതിരുന്ന ആളാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് എടുക്കുന്നുണ്ട്. എല്ലാവരും എല്ലായ്പ്പോഴും നിങ്ങളോട് ദേഷ്യം വെച്ച് പുലർത്തിയത് കൊണ്ടായിരിക്കില്ല അവരുടെ പെരുമാറ്റം അങ്ങനെ ആയിരിക്കുന്നത്. അവരുടെ ജീവിത സാഹചര്യം മൂലമാണ് അവരുടെ പെരുമാറ്റം ആ രീതിയിലേക്ക് ആയിരിക്കുന്നത്. അത് നിങ്ങളുമായിട്ടൊരു ബന്ധമില്ല. അത് അവർ പൊതുവെയുള്ള രീതി എല്ലാവരോടും ഇത് തന്നെയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഒരു മനസ്സിലാക്കൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അവരോട് പ്രത്യേകിച്ച് വ്യക്തിവൈരാഗ്യമൊന്നും ഉണ്ടാകുന്നില്ല. അവർ പറയുന്ന രീതി അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒത്തിരി ജോലിയിൽ വളരെയധികം വർക്കഹോളിക് ആവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ജോലി എന്നുള്ളൊരു ചിന്തയാണ് ആയിരിക്കാം മനസ്സിൽ. അപ്പോൾ ജോലി മാത്രമല്ല, കുടുംബകാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കപ്പോൾ അമിതമായിട്ട് ജോലിയിൽ ഇപ്പോൾ രാത്രി ഒത്തിരി നേരം വൈകിയിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. ജോലിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നാൽ കുടുംബത്തിൽ സമയം കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നന്നായിരിക്കും.
ഭയങ്കരമായിട്ട് എനർജറ്റിക് ആയിരിക്കും ഒരു മാസം. ഇപ്പൊ ഇത്ര എനർജറ്റിക് ആവുമ്പോൾ അത് ജോലിയിൽ മുഴുകുന്നതിന് പകരം ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അത് ഫിസിക്കലി ആക്റ്റീവ് ആവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ജോഗിങ്ങിന് പോവുകയോ മറ്റെന്തെങ്കിലും ജിമ്മിലോ എക്സസൈസ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. കാരണം ഒത്തിരി എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.